1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 കുനിയെ കളിക്കമ്മേ 1 2 3 4 1 2 3 4 1 2 3 കളിക്കരുത് പോട്ടെ ഭരതനാട്യം അല്ലേ ഇത് കളിക്കും 1 2 3 4 1 2 പോരി പോരി കളിക്ക് കളിക്കുന്ന എനിക്ക് വയ്യ അമ്മ ഡെയിലി സൂംബ പ്രാക്ടീസ് ചെയ്യണോട്ടാ ഈ സൂംബ എന്ന് പറയുന്നുണ്ടല്ലോ ശരീരത്തിനും ആരോഗ്യത്തിനും മനസ്സിനും സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാ. എനിക്കുള്ള ആരോഗ്യ സൗന്ദര്യം ഒക്കെ മതി കേട്ടോ. ഇങ്ങനെ പോയ അമ്മ വേഗം നേരത്തെ എടുക്കൂട്ടാ. അമ്മ കളിക്കുമ്പോ മര്യാദക്ക് വന്നിട്ട് സഞ്ജു ഇവിടെ എന്തിന്റെ കയ്യില് എന്ത് ഇത് കണ്ടറിഞ്ഞൂടെ PSC പുസ്തകം? ഓ അവൻ PSC വാങ്ങുമെന്ന വാശിയിലാ. അതെ അഗ്രികൾച്ചർ പഠിക്കാൻ കാശ് കൊടുത്ത പോലെ PSC കിട്ടുന്നത് ശരിക്കും അവൻ ഉണ്ട കിട്ടും. അപ്പച്ചയുടെ മോളെ പൈസ കൊടുത്തല്ലേ പഠിച്ചത്? അതും സെൽഫ് ഫിനാൻസിങ്. അമ്മേ കോളേജിന് ചേരുമ്പോ അവിടെ കോളേജ് ബിൽഡിംഗ് പണിയാൻ വേണ്ടി കുറച്ച് കാശ് ചോദിച്ചു. ഞാൻ കുറച്ച് കാശ് കൊടുത്തു. അതിനാണ് സെൽഫ് ഫിനാൻസിങ് പറയണത്. കുറച്ച് കാശ് കൊടുത്തു, സെൽഫ് ഫിനാൻസിങ് പൈസ കൊടുത്തു, അത് തന്നെ ഇവിടെ അവനെ അവള് പഠിച്ചിട്ട് PSC ജോലി വാങ്ങി സർക്കാർ ഉദ്യോഗം വാങ്ങി വരുമ്പോ നീ ഇതുപോലെ പറയണം. മാണുകുളാഞ്ചൻ ആര് സർക്കാർ ജോലി വാങ്ങിയോ അവർക്കായിരിക്കും ഈ സ്വത്ത്. അമ്മേ എന്റെ മോളെ രാത്രി എത്ര മണിക്കാ കിടക്കണെന്ന് അറിയോ? ഇല്ല. അവൾ എപ്പോഴാ എണീക്കണെന്ന് അറിയോ? എങ്ങനെയാണ് ഞാൻ അറിയുന്നേ? അവള് 12 മണിക്ക് കിടന്ന് 4 മണിക്ക് എണീക്കും. അതെന്താടി അവക്ക് എന്ത് പറ്റി? അതല്ല PSC പഠിക്കാൻ വേണ്ടിയുള്ള അവളുടെ ഡെഡിക്കേഷൻ ഭയങ്കര ഡെഡിക്കേഷനാ. ആ സാധനം നീ മേടിച്ചു പഠിച്ചോടാ, എളുപ്പം പാസ്സാവും. ഒരു ഡെഡിക്കേഷനും അല്ല. അവളെ ഓൺലൈൻ കാണല്ലോ രാവിലെ 4 മണിക്ക്. അവള് ഓൺലൈൻ അല്ല. അപ്പൊ നീ എങ്ങനെ ഓൺലൈൻ അവളെ കണ്ടേ? അത് ഞാൻ രാവിലെ പഠിക്കാനായിട്ട് ഇങ്ങനെ പച്ച കത്ത് നിൽക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കണ അവൻ. പിന്നെ ഒരു ഉണ്ട കിട്ടൂടാ PSC. എന്റെ മോളെ പഠിച്ച് PSC വാങ്ങി വരും. നീ അവളെ കുറച്ച് ട്രിക്സ് പഠിക്കി. എനിക്ക് അവളുടെ ട്രിക്സും ടിപ്സും ഒന്നും വേണ്ട, ഞാൻ തന്നെ പഠിച്ച് ജയിച്ചോളാം. അവന്റെ തുള്ളന് തള്ളിച്ചേ കണ്ട എന്ത് തള്ളി മറിക്കല എന്തൊരു അഹങ്കാരാണ് അവന്. അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. അവന് കിട്ടാനൊന്നും പോണില്ല. നീ നിന്റെ മോളെ പഠിപ്പിച്ച് സർക്കാർ ജോലി വാങ്ങ. എന്റെ മോളെ അമ്മ വന്നേ വന്ന് കളിക്കാൻ വന്നേ സിമ്പിൾ സ്റ്റെപ്പ് പഠിപ്പിച്ചാ. വാ അമ്മ കളിക്കാൻ ഇല്ല വാ കളിക്ക് വാ വാ 1 2 3 4 1 2 3 തുള്ളു 1 2 3 4 1 കുളിപ്പിച്ച് നിന്നെ ഞാനൊരു കുട്ടപ്പിയാക്കി മാറ്റും. അച്ഛാ എന്താടി അച്ഛന് ഞാൻ എവിടെയൊക്കെ തപ്പിന്നറിയോ? നീ എന്നെ തപ്പ ഞാനെന്താ പട്ടിയോ പൂച്ചയോ തവളയോ വല്ലോ ആണ്? ആ തവളയുടെ പോലെ തന്നെയല്ലേ ഇരിക്കണേ. അപ്പൊ തവള തന്നെ. ഇതാരായി പറയുന്നത്? ഇരുന്നില്ലേ പോലും തവള ലുക്കുള്ള നീയാണ്. വലിയ തമാശ. എടി ഞാൻ തമാശയുടെ കാര്യത്തിൽ മിടുക്കനടി. വേണമെങ്കിൽ കുറച്ച് തമാശ ഞാൻ പറഞ്ഞുതരാം. ചെല്ല് അമ്മയും പെങ്ങളും അവിടെ ഇരിക്കണ്ട്, ചെന്ന് പറയും. അയ്യേ ഞാൻ ഈ തമാശ മനസ്സിലാക്കാൻ പറ്റുന്ന സെൻസ് ഇല്ലാത്തവർക്ക് തമാശ പറയാറില്ല. അതെ ഞാനേ തമാശ പറയാനൊന്നും വന്നതല്ല. എനിക്കൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണാവോ സീരിയസ് ആയിട്ടുള്ള കാര്യം? എനിക്കൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് തന്നെ അച്ഛൻ. എന്തോന്ന് സ്റ്റുഡിയോ? നീ എന്ത് UK USA എങ്ങാണ്ടൊക്കെ തെണ്ടി തിരിയാൻ പോണെന്ന് അതൊക്കെ വേണ്ടെന്ന് വെച്ച് നീ ഫോട്ടോ പിടിക്കാൻ നടക്കുകയാണ്? ഫോട്ടോ പിടിക്കാനല്ല, എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യാനാ. എന്തോന്ന് കാസ്റ്റ്? പോഡ്കാസ്റ്റ് എന്തോ അടി? അച്ഛാ അതെ ഈ സെലിബ്രിറ്റീസിനെ വെച്ച് ഇന്റർവ്യൂ ചെയ്യില്ലേ, അത് ഈ സിനിമാ താരങ്ങളെയോ ക്രിക്കറ്റ് താരങ്ങളെയോ അങ്ങനെ വലിയ വലിയ ആൾക്കാരെയൊക്കെ വെച്ച് ഇന്റർവ്യൂ ചെയ്യും. പിന്നെ അവരോട് കുറച്ച് കൊനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാ സംഗതി ഉഷാറായി. അടിപൊളി. കൊനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്റെ മോളെ കഴിഞ്ഞ് വേറെ ആരും ഈ ലോകത്തില്ലല്ലോ. മിടുക്കിയാടി നീ, മിടുക്കി. ഞാൻ മിടുക്കിയാണ്. അതിനെ നീ എന്തോ മറ്റേ കാസ്റ്റൊക്കെ നീ ഇപ്പൊ കാണിക്കുന്ന പോലെ തെണ്ടി തിരിഞ്ഞൊരു ക്യാമറ എടുത്തോണ്ട് മൊബൈൽ ക്യാമറ എടുത്തോണ്ടെങ്കിൽ നടന്നാ പോരെ. അതിന് സ്റ്റുഡിയോയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അതൊന്നും ശരിയാവില്ല. ഒന്നാമത്തേല് എനിക്കിവിടെ ഒരു പ്രൈവസി ഇല്ല. പിന്നെ ആ കൃഷ്ണ കാലമ്പുണ്ടാക്കും. എനിക്ക് നല്ല സ്റ്റുഡിയോ വേണം. സെലിബ്രിറ്റീസിനെ ഒക്കെ കൊണ്ടുവരണതാ. നീ കൊണ്ടുവരുമോ അവരെ? കൊണ്ടുവന്നിരുത്തിയാണോ ഇന്റർവ്യൂ ചെയ്യുന്നത്? പിന്നല്ലാണ്ട് ഈ ഐശ്വര്യ റോയ്, സുസ്മിത സെൻ ആൾക്കാരൊക്കെ കൊണ്ടുവരുമോ? പിന്നെ വേറെ ആരൊക്കെ വേണം? അല്ല കാണാൻ കൊള്ളാവുന്ന നല്ല അഴകുള്ള നടിമാരൊക്കെ ആണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ആലോചിക്കാം. ഇവിടെ അമ്മ ഓടിക്കാത്തനെ. എടി കൊള്ളാവുന്ന നടിമാരൊക്കെ വന്ന് ഇന്റർവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അമ്മ എന്തിനാ അങ്ങോട്ട് വരുന്നത്? അവളെ ശകുനപ്പഴയൊക്കെ ഓടിച്ചു വിടും നമ്മൾ ഇവിടുന്ന്. അപ്പൊ ഞങ്ങളോ?
നമ്മൾ ഒരുമിച്ച് സ്റ്റുഡിയോ വീട്ടിൽ വേണ്ട, നമുക്ക് പുറത്തെവിടെയെങ്കിലും തുടങ്ങാം. കാല് വാരിയോ? നീ ആയിട്ട് ചതിക്കാതിരുന്നാ മതി. സ്ഥിരം പതിവ് നിങ്ങളാണല്ലോ എനിക്കിട്ട് പാര വയ്ക്കുന്നത്. എന്റെ സ്റ്റുഡിയോ സെറ്റ് ആക്കി തരില്ലേ? സ്റ്റുഡിയോ ഒക്കെ സെറ്റാക്കി തരാം. ഒരു കണ്ടീഷൻ, ഒന്നല്ല 2 കണ്ടീഷൻ. കണ്ടീഷനോ? ആ, എന്ത്? ആദ്യത്തെ കണ്ടീഷൻ, എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കണം. അതിന് അച്ഛൻ വല്ല സെലിബ്രിറ്റി ആണോ? നീ സെലിബ്രിറ്റി ആണോ? ഞാൻ സെലിബ്രിറ്റി ആണ്. എന്തിനു വിനയം അത് പറയുമ്പം? സെലിബ്രിറ്റിയുടെ അച്ഛൻ ഒരു സെലിബ്രിറ്റി ആവുമോ? ആ അപ്പൊ എന്റെ ഇന്റർവ്യൂ ചെയ്തിരിക്കണം. ചെയ്യാം. പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് നീ ആവരുത്. പിന്നെ പിന്നെ വേറെ ആര് ചെയ്യും? പറയട്ടെ, ഐശ്വര്യ റോയ്, സുസ്മിത സെൻ, അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ. ഒന്നുമില്ലെങ്കിലും മലയാളത്തിലെ ആരെങ്കിലും നായികമാരെ കിട്ടുമെങ്കിൽ അതായിരുന്നു. ശരിയാ, നടക്കും. എന്തേ? ശരിയാക്കാം. ഒന്നില്ലെങ്കിലും പറയട്ടെ, ന്യൂജൻ പിള്ളേരെ കിട്ടുമല്ലോ, കാണാൻ കൊള്ളാവുന്ന വർക്കത്തുള്ള. ആരെ ഉദ്ദേശിക്കണേ? നിന്നെ പോലെ അല്ലാതെ ഇത്തിരി വർക്കത്തുള്ള ആരെ കിട്ടിയാലും നമുക്ക് ഇന്റർവ്യൂ ചെയ്യിക്കാം. എന്തേലും അവിടെ നമുക്ക് ശരിയാക്കാം. എത്ര രൂപ ചെലവ് വരും സ്റ്റുഡിയോക്ക്? നല്ല ചെലവ് വരും. നല്ല ചെലവ് വരുന്നോണ്ടാണല്ലോ നീ എന്തൊക്കെ വന്ന് ആവശ്യപ്പെട്ടത്. എന്നാലും എത്ര രൂപ വരും? ഒരു 7-8 ലക്ഷം ഒക്കെ. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. അച്ചമ്മയാണ് ഇപ്പൊ ഡാൻസ് ഒക്കെ കളിച്ച് തുള്ളിച്ചാടി നടക്കുകയാണല്ലോ. അച്ചമ്മയുടെ ഒരു ഇന്റർവ്യൂ കൂടെ വെക്കുക. നമ്മൾ അച്ചമ്മയുടെ പോയി സോപ്പിട്ട് പറയുന്നു, ഞാനും നീയും കൂടെ, വേറെ ആരും ഇടപെടുത്തരുത്. എന്നാ നമുക്ക് കുടുംബസമേതം ഇന്റർവ്യൂ വെക്കാം. പറയണ അങ്ങോട്ട് കേൾക്കടി. നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് അച്ചമ്മയുടെ ഒക്കെ പറഞ്ഞ, അച്ചമ്മ ഡാൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്, അച്ചമ്മയുടെ വീഡിയോ ഒക്കെ വൈറലാകും, നമുക്കിത് വീഡിയോയിൽ എടുക്കാം, ഒരു സ്റ്റുഡിയോ ഇറങ്ങണം, ഒരു 15 ലക്ഷം രൂപ നമുക്ക് ചോദിക്കാം. 15? 8 രൂപ നിനക്ക് സ്റ്റുഡിയോ തുടങ്ങാൻ, 7 രൂപ എനിക്ക് അതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ. എന്താ അറേഞ്ച്മെന്റ്? ഇന്ന് അടികളൊക്കെ വരണ്ടേ? എടി നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഒരു സ്റ്റുഡിയോ തുടങ്ങിയിട്ട് അവിടെ ഡൂക്കിൽ പെണ്ണുങ്ങളൊക്കെ വന്നു നിനക്ക് വല്ല വിലയുള്ളൂ? നല്ല നടക്കോ? നടക്കാനുള്ള വഴിയാ ഞാനീ പറഞ്ഞത്. എന്റെ മകളൊന്ന് ബുദ്ധി ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ, നല്ല ബുദ്ധി ഉപയോഗിച്ചാൽ നിന്റെ ആ ചാനലുണ്ടല്ലോ, അതുകൊണ്ട് അല്ലെ അച്ഛൻ 15 ലക്ഷം ഒക്കെ തരുമോ? എനിക്ക് തോന്നല്ല. 15 ചോദിച്ചാൽ 10 കിട്ടത്തില്ലേ? എന്തായാലും എനിക്ക് അത് സെറ്റ് ചെയ്ത് 8 രൂപ നിനക്കും 2 രൂപയ്ക്ക് പുട്ട് പിടിക്കാലോ. ഞങ്ങൾക്ക് മുട്ട അടിച്ചെന്നാ. ഒറ്റ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി കണ്ടീഷനാ? നമ്മുടെ ആ സ്റ്റുഡിയോയുടെ 7 അയലത്ത് നിന്റെ ആ തള്ളെ കണ്ടുപോരും. സമ്മതാണല്ലോ? എനിക്ക് സമ്മതം. അപ്പൊ നീ പോയി അച്ഛമ്മ എടുത്ത് സംസാരിച്ച് പൈസ സാങ്ഷൻ ചെയ്യുന്നു, ഞാൻ പൈസ മേടിക്കുന്നു, നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. മുമ്പേ പൊക്കോളൂ.